സർക്കാരിൽ നിന്നുള്ള ഒരു സുപ്രധാന നീക്കത്തിൽ 2023 മുതൽ 24 വരെ ബജറ്റിൽ മഹിളാ സമ്മാൻ സേവിങ്സ് സർട്ടിഫിക്കറ്റ് അവതരിപ്പിക്കുന്നതായി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചു. ഇന്ത്യയിലെ സ്ത്രീകളുടെ സമ്പാദ്യവും നിക്ഷേപവും പ്രോത്സാഹിപ്പിക്കാനാണ് ഈ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. എന്താണ് മഹിളാ സമ്മാൻ സേവിങ്സ് സർട്ടിഫിക്കറ്റ്? പണം ലാഭിക്കുന്നതിനും അവർക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകുന്നതിനും സ്ത്രീകളെ പിന്തുണയ്ക്കുന്നതിനും ശാക്തീകരിക്കുന്നതിനുമായി സർക്കാർ മഹിളാ സമ്മാൻ സേവിങ്സ് സർട്ടിഫിക്കറ്റ് പദ്ധതി ആരംഭിച്ചു. നിശ്ചിത പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് സ്ത്രീകളുടെ പേരിൽ പരമാവധി 2 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാനുള്ള സൗകര്യം വാഗ്ദാനം ചെയ്യുന്നതിനാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മഹിളാ സമ്മാന സേവിങ്സ് സർട്ടിഫിക്കറ്റിന്റെ പലിശ നിരക്ക്. മഹിളാ സമ്മാന സേവിങ്സ് സർട്ടിഫിക്കറ്റ് 2023 ഏപ്രിൽ 1 മുതൽ പോസ്റ്റ് ഓഫീസുകളിൽ പ്രതിവർഷം 7.5% പലിശ നിരക്കിൽ ലഭ്യമാണ്. പലിശ ത്രൈമാസത്തിലൊരിക്കൽ ക്രെഡിറ്റ് ചെയ്യപ്പെടുകയും അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നൽകുകയും ചെയ്യും. മഹിളാ സമ്മാന സേവിങ്സ് സർട്ടിഫിക്കറ്റിന്റെ സവിശേഷതകൾ. പദ്ധതിയുടെ പ്രധാന വിശദാംശങ്ങൾ ഇതാ. ഫീച്ചറുകൾ. വിശേഷങ്ങൾ. പലിശ നിരക്ക്. ഈ സ്കീം ഒരു മത്സര പലിശ നിരക്ക് വാഗ്ദാനം ചെയ്യുന്നു. ഇത് ഗവൺമെന്റ് കാലാകാലങ്ങളിൽ പരിഷ്കരിക്കാൻ സാധ്യതയുണ്ട്. ഗണ്യമായ വരുമാനം വാഗ്ദാനം ചെയ്യുന്നതിനാൽ സുരക്ഷിതമായ നിക്ഷേപ ഓപ്ഷൻ കെട്ടിപ്പടുക്കാൻ ഇത് സ്ത്രീകളെ സഹായിക്കും. സർക്കാർ പിന്തുണയുള്ള ഈ ചെറുകിട സമ്പാദ്യ പദ്ധതിക്ക് ഗവൺമെന്റിന്റെ പിന്തുണയുണ്ട്. മാത്രമല്ല ക്രെഡിറ്റ് റിസ്കൊന്നും വഹിക്കില്ല. യോഗ്യതാ മാനദണ്ഡം. ഈ സേവിങ്സ് സ്കീം ഒരു പെൺകുട്ടിയുടെ സ്ത്രീയുടെ പേരിൽ മാത്രമേ തുറക്കാൻ കഴിയൂ. പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയുടെ രക്ഷിതാവിന് പോലും ഈ സ്കീം തുറക്കാൻ കഴിയും. നിക്ഷേപങ്ങളുടെ പരിധി. ഈ MSSC സ്കീമിന് കീഴിൽ ഏറ്റവും കുറഞ്ഞ നിക്ഷേപതുക 100 രൂപയുടെ ഗുണിതങ്ങളിൽ 1000 രൂപയാണ്. പരമാവധി നിക്ഷേപതുക ഒരു അക്കൗണ്ടിലോ ഒരു അക്കൗണ്ട് ഉടമയുടെ കൈവശമുള്ള എല്ലാ MSSC അക്കൗണ്ടുകളിലോ 2 ലക്ഷം രൂപയാണ്. നിലവിലുള്ള MSSC അക്കൗണ്ട് തുറന്ന് കുറഞ്ഞത് 3 മാസത്തിനു ശേഷം ഒരു സ്ത്രീക്ക്, പെൺകുട്ടിയുടെ രക്ഷാധികാരിക്ക് രണ്ടാമത്തെ മഹിളാ സമ്മാൻ സേവിങ്സ് സർട്ടിഫിക്കറ്റ് അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്ന് ശ്രദ്ധിക്കുക. പക്വത. ഈ സേവിങ്സ് സ്കീമിന്റെ കാലാവധി 2 വർഷമാണ്. ചട്ടങ്ങൾ അനുസരിച്ച് അക്കൗണ്ട് തുറന്ന തീയതി മുതൽ 2 വർഷത്തിനു ശേഷം അക്കൗണ്ട് ഉടമയ്ക്ക് മെച്യൂരിറ്റി തുക നൽകും. നികുതി ആനുകൂല്യങ്ങൾ. മഹിളാ സമ്മാന സേവിങ്സ് സർട്ടിഫിക്കറ്റിന് കീഴിൽ ലഭിക്കുന്ന പലിശയിൽ നിന്ന് TDS കുറയ്ക്കില്ല. എന്നിരുന്നാലും CBDTയുടെ അറിയിപ്പ് അനുസരിച്ച് ഈ സ്കീമിന് TDS ബാധകമാകും. സെക്ഷൻ 194 പ്രകാരം ഒരു സാമ്പത്തിക വർഷത്തിൽ സ്കീമിൽ നിന്ന് ലഭിക്കുന്ന പലിശ 40,000 രൂപയോ 50,000 രൂപയോ ആകുമ്പോൾ മാത്രമേ TDS ബാധകമാകൂ. മുതിർന്ന പൗരന്മാരുടെ കാര്യത്തിൽ പിൻവലിക്കൽ സൗകര്യം. ഈ സ്കീമിന് കീഴിൽ ഭാഗിക പിൻവലിക്കൽ സൗകര്യം വാഗ്ദാനം ചെയ്യുന്നതിനാൽ അക്കൗണ്ട് തുറക്കുന്ന തീയതി മുതൽ 1 വർഷത്തിനുശേഷം അക്കൗണ്ട് ഉടമയ്ക്ക് ബാലൻസ് തുകയുടെ 40% വരെ പിൻവലിക്കാം. ഒരു മഹിളാ സമ്മാന സേവിങ്സ് സർട്ടിഫിക്കറ്റ് എങ്ങനെ തുറക്കാം? പോസ്റ്റ് ഓഫീസുകളിലും യോഗ്യതയുള്ള ഷെഡ്യൂൾഡ് ബാങ്കുകളിലും ഈ സ്കീമിന് കീഴിൽ ഒരു അക്കൗണ്ട് തുറക്കാവുന്നതാണ്. നടപടിക്രമം വിശദമായി ഇതാ. ബാങ്കുകളിൽ മഹിളാ സമ്മാന സേവിങ്സ് സർട്ടിഫിക്കറ്റ് തുറക്കുന്നതിനുള്ള നടപടിക്രമം. ഘട്ടം 1. യോഗ്യതയുള്ള ബാങ്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് മഹിളാ സമ്മാന സേവിങ്സ് സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ബാങ്ക് സന്ദർശിച്ച് ഫോമിന്റെ ഹാർഡ് കോപ്പി ആവശ്യപ്പെടുക. ഘട്ടം 2. ശരിയായ വിശദാംശങ്ങളോടെ അപേക്ഷാ ഫോം പൂരിപ്പിക്കുക. ഘട്ടം 3. ഡിക്ലറേഷൻ, നോമിനേഷൻ വിശദാംശങ്ങൾ പൂരിപ്പിക്കുക. ഘട്ടം 4. അപേക്ഷാ ഫോമും നിക്ഷേപതുകയും ആവശ്യമായ രേഖകളും ബാങ്കിന്റെ എക്സിക്യൂട്ടീവിന് സമർപ്പിക്കുക. ഘട്ടം 5. വിജയകരമായി സമർപ്പിക്കുമ്പോൾ സ്കീമിലെ നിങ്ങളുടെ നിക്ഷേപം സ്ഥിരീകരിക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കും. പോസ്റ്റ് ഓഫീസിൽ മഹിളാ സമ്മാന സേവിങ്സ് സർട്ടിഫിക്കറ്റ് തുറക്കുന്നതിനുള്ള നടപടിക്രമം. ഘട്ടം 1. ഇന്ത്യൻ പോസ്റ്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിനുള്ള അപേക്ഷ ഡൗൺലോഡ് ചെയ്യുക. പകരമായി നിങ്ങൾക്ക് അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് ബ്രാഞ്ച് സന്ദർശിച്ച് ഫോം ലഭിക്കും. ഘട്ടം 2. പോസ്റ്റ് ഓഫീസ് വിലാസം, അക്കൗണ്ട് തരം, പേയ്മെന്റ്, വ്യക്തിഗത വിശദാംശങ്ങൾ, ഡിക്ലറേഷൻ, നോമിനേഷൻ വിശദാംശങ്ങൾ മുതലായവ ഉപയോഗിച്ച് ആവശ്യമായ വിശദാംശങ്ങൾ ഫോമിൽ പൂരിപ്പിക്കുക. ഘട്ടം 3. ആവശ്യമായ രേഖകൾക്കൊപ്പം അപേക്ഷാ ഫോം സമർപ്പിക്കുക. ഘട്ടം 4. പോസ്റ്റ് ഓഫീസിൽ ആവശ്യമായ നിക്ഷേപം പണമായോ ചെക്കായോ ചെയ്യുക. ഘട്ടം 5. പ്രക്രിയ പൂർത്തിയാക്കിയ ശേഷം സ്കീമിലെ നിങ്ങളുടെ നിക്ഷേപം അംഗീകരിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കും. മഹിളാ സമ്മാന സേവിങ്സ് സർട്ടിഫിക്കറ്റ് അക്കൗണ്ട് തുറക്കാൻ ആവശ്യമായ രേഖകൾ. കൃത്യമായി പൂരിപ്പിച്ച അപേക്ഷാ ഫോം, പുതിയ അക്കൗണ്ട് ഉടമകൾക്കുള്ള KYC ഫോം, ആധാർ കാർഡ്, വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, ഏതെങ്കിലും KYC രേഖ. ഡെപ്പോസിറ്റ് തുക, ചെക്ക് സഹിതം പേ-ഇൻ സ്ലിപ്പ്. മഹിളാ സമ്മാന സേവിങ്സ് സർട്ടിഫിക്കറ്റ് നൽകുന്ന ബാങ്കുകൾ.
2023 ജൂൺ 27 പ്രഖ്യാപിച്ച ഒരു ഗസറ്റ് മുഖേന ഈ സ്കീം പ്രവർത്തിപ്പിക്കാൻ എല്ലാ പൊതുമേഖലാ ബാങ്കുകൾക്കും യോഗ്യതയുള്ള സ്വകാര്യമേഖലാ ബാങ്കുകൾക്കും ധനമന്ത്രാലയവും സാമ്പത്തിക കാര്യവകുപ്പും അംഗീകാരം നൽകി. ഈ ചെറുകിട സമ്പാദ്യ പദ്ധതി വാഗ്ദാനം ചെയ്യുന്ന യോഗ്യതയുള്ള ബാങ്കുകളുടെ നിലവിലെ ലിസ്റ്റ് ഇതാ. 1. ബാങ്ക് ഓഫ് ഇന്ത്യ. 2. ബാങ്ക് ഓഫ് ബറോഡ. 3. കാനറ ബാങ്ക്. 4. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. 5. പഞ്ചാബ് നാഷണൽ ബാങ്ക്. കൂടാതെ 6. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. മഹിളാ സമ്മാൻ സേവിങ്സ് സർട്ടിഫിക്കറ്റിന്റെ അകാല ക്ലോഷർ. ഒരു വ്യക്തി മഹിളാ സമ്മാന സേവിംഗ്സ് സർട്ടിഫിക്കറ്റ് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നൽകിയിരിക്കുന്ന സാഹചര്യങ്ങളിൽ 2 വർഷത്തിനു മുമ്പ് അത് ചെയ്യാൻ സാധിക്കും. അക്കൗണ്ട് ഉടമയുടെ മരണത്തിൽ ശ്രദ്ധിക്കുക. ഈ സാഹചര്യത്തിൽ പ്രധാന തുകയ്ക്ക് പലിശ നൽകും. പ്രസക്തമായ രേഖകൾ ഹാജരാക്കുമ്പോൾ ഒരു ഗാർഡിയന്റെ മരണം പോലുള്ള അസാധാരണമായ അനുകമ്പയുള്ള കേസിന്റെ അവസ്ഥയിൽ, അക്കൗണ്ട് ഉടമയുടെ ജീവൻ അപകടപ്പെടുത്തുന്ന രോഗത്തിന്റെ കാര്യത്തിൽ ഒരു കാരണവും നൽകാതെ MSSC അക്കൗണ്ട് തുറന്ന് 6 മാസത്തിനു ശേഷം അത്തരമൊരു സാഹചര്യത്തിൽ 5.5% പലിശ നൽകും. പതിവ് ചോദ്യങ്ങൾ.